നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. തുരുത്ത് എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അനഘ ഒരിക്കൽ വീട്ടിലെ ചിരിയുടെ ശബ്ദമായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ സ്നേഹത്തിൽ മുഴുകിയ ഒരു ഭാര്യയായി. ഭർത്താവിനോടുള്ള അവളുടെ ബന്ധം ലോകത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയായിരുന്നു. എന്നാൽ ആ സന്തോഷം ഒരു വർഷം പോലും നീണ്ടു നിന്നില്ല. വളരെ അപ്രതീക്ഷിതമായി ഒരു അപകടം, ഒരു ഫോൺ കോളിൻ്റെ ശബ്ദം, ഒരു വെളുത്ത ചീട്ടിൽ എഴുതിയ ആശുപത്രി റിപ്പോർട്ട്. അതോടെ അവളുടെ ലോകം തീർന്നുപോയി. അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ആ ദിവസം മുതൽ അനഘയും ഉള്ളിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. അവൾ കരഞ്ഞു, നിലവിളിച്ചു, ബോധം കെട്ടു. പക്ഷേ അതിനുശേഷം അവൾ കരച്ചിലും നിലവിളിയും ഒക്കെ നിർത്തി. അവളെ ചേർത്ത് പിടിക്കാൻ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും വന്നു. കാലമെല്ലാം ഭേദമാക്കുമെന്ന് പറയാൻ. അവൾക്ക് ആ വാക്ക് കേട്ടപ്പോൾ വെറുപ്പ് തോന്നി. കാലം എന്താണ് ഭേദമാക്കുക? അവൻ തിരികെ വരുമോ? അവൻ്റെ ശബ്ദം, അവൻ്റെ ചിരി, അവനോടൊപ്പം ആസ്വദിച്ചിരുന്ന നിമിഷങ്ങൾ. അവൾ എല്ലാവരോടും ഒരുപോലെ കലഹിച്ചു. എനിക്ക് ആരുടെയും സാന്ത്വനം വേണ്ട, അവൾ പറഞ്ഞു. എൻ്റെ ദുഃഖം എനിക്ക് മാത്രം മതി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛൻ അവളുടെ മുറിയുടെ വാതിലിൽ നിശബ്ദനായി നിന്നു. അമ്മ കരഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു. പക്ഷേ അനഘ അവരെ ആരെയും തിരിഞ്ഞു നോക്കിയില്ല. അവൾക്ക് മുന്നിൽ ലോകം മുഴുവൻ കുറ്റക്കാരാണ്, വിധി കുറ്റക്കാരിയാണ്. ദൈവം പോലും ശിക്ഷിക്കപ്പെടണം എന്നവൾ ശഠിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവനെ എടുത്തുകൊണ്ടുപോയ ലോകം എനിക്കിനി എന്ത് തരാനാണ്? ഇതിലപ്പുറം ഇനി എന്തുണ്ടാകാൻ? അവൾ മനസ്സിൽ പകയോടെ എന്തൊക്കെയോ തീരുമാനിച്ചു. അവൾ ആരെയും അടുപ്പിച്ചില്ല. അവൾ ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് തിരിച്ചുപോയി. അവൻ ഉപയോഗിച്ച കപ്പ് അതേ സ്ഥലത്ത് തന്നെ. അവൻ ധരിച്ച ഷർട്ട് അലമാരയിൽ അതേപടി വെച്ചു. കിടക്കയിൽ അവൻ കിടന്നിരുന്ന വശത്ത് അവൾ ആരെയും ഇരിക്കാൻ പോലും സമ്മതിച്ചില്ല. മാതാപിതാക്കൾ പലതവണ വിളിച്ചു. അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അവർ വീട്ടിൽ വരാൻ പോലും അവൾ സമ്മതിച്ചില്ല. അവൾ സ്വയം തൻ്റെ ഹൃദയത്തെ ശിക്ഷിച്ചു, കൂടാതെ മറ്റുള്ളവരെയും. അമ്മയുടെ അസുഖം കൂടിയെന്ന വാർത്ത കേട്ടപ്പോഴും അവൾ പോയില്ല. എനിക്കാരെയും കാണാൻ മനസ്സില്ല, അവൾ ഉള്ളിൽ പറഞ്ഞു. അവളുടെ ഉള്ളിലൊരു കാഠിന്യം വളർന്നു. ദുഃഖം ആദ്യം കണ്ണുനീരായി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കോപമായി മാറിയിരിക്കുന്നു. അമ്മ കരയുന്നു. അച്ഛൻ നിശബ്ദനായി എല്ലാം ചിന്തിക്കുന്നു. എല്ലാം അവൾക്ക് നന്നായി അറിയാം. പക്ഷേ അവൾക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. രാത്രികളിൽ അവൾ ഭർത്താവിൻ്റെ ഫോട്ടോ മുന്നിൽ വെറുതെ വെച്ചിട്ട് നോക്കിയിരിക്കും. നീ പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അവൾ ഉള്ളിൽ പറയും. കാലങ്ങൾ മുന്നോട്ടൊഴുകിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം അവൾ രാവിലെ ഓഫീസിൽ ഓട്ടോയിൽ പോകുമ്പോൾ വഴിയിലൊരു ആക്സിഡൻറ്റിൽ ഒരു നാടോടി സ്ത്രീക്കും കുട്ടിക്കും പരിക്ക് പറ്റി. ആളുകൾ കൂടി നിൽക്കുന്നു. 3 വയസ്സുള്ള കുട്ടി വാവിട്ട് കരയുന്നു. അനഘ ഓട്ടോയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. ആളുകൾ ചോര ഒലിക്കുന്ന അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ഒരുങ്ങി. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോയിൽ അമ്മയെ കൊണ്ടുപോയ അതേ ആശുപത്രിയിലേക്ക് പോയി. ആ ദിവസം അവൾ ഓഫീസിൽ പോകാതെ കുട്ടിയുടെ കൂടെ നിന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്കിടയിൽ ആ അമ്മ മരിച്ചുപോയി. ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. അനഘയ്ക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു മാനസിക അടുപ്പം തോന്നി. തൻ്റെ വിരലുകളിൽ ആ കുഞ്ഞിൻ്റെ കൈപിടുത്തം അനഘയുടെ ഉള്ളിൽ വല്ലാതെ കൊളുത്തി വലിച്ചു. അവൾ മനസ്സിൽ ഉറപ്പിച്ച പോലെ വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചു. അങ്ങനെ ഒടുവിൽ നിയമപരമായി തന്നെ ആ കുഞ്ഞിനെ ദത്തെടുത്തു. അവൾ ഇന്ന് അനഘയുടെ എല്ലാമാണ്. ഓഫീസിൽ നിന്ന് വൈകിട്ട് വരുമ്പോൾ തന്നെയും കാത്തു നിൽക്കുന്ന പൊന്നു, കാണുന്ന ഉടനെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന പൊന്നു. അവളില്ലാത്തൊരു നിമിഷം അനഘയ്ക്ക് ഓർക്കാൻ കൂടി വയ്യ. ഒരു ദിവസം പൊന്നുവിനെ ഉറക്കാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് അനഘ തൻ്റെ അമ്മയെ ഓർത്തുപോയി. പെട്ടെന്ന് സങ്കടം കൊണ്ട് അവളുടെ ഹൃദയം നുറുങ്ങി. അവൾ കിടക്കയിൽ നിന്ന് വേഗം എഴുന്നേറ്റ് മൊബൈലെടുത്ത് അമ്മയുടെ നമ്പറിൽ വിളിച്ചു. നീണ്ട കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളിയായിരുന്നു അത്. അക്ഷമയോടെ അവൾ കാതോർത്തു. അങ്ങേ തലക്കിൽ നിന്ന് എൻ്റെ മോളെ എന്ന നേർത്ത തേങ്ങൽ കേട്ടു. അനഘയുടെ നിയന്ത്രണം വിട്ടുള്ള കരച്ചിലായിരുന്നു അതിനു മറുപടി. പെട്ടെന്ന് അമ്മയുടെ കരച്ചിൽ കേട്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് പൊന്നു അമ്മയെ കെട്ടിപ്പിടിച്ചു. കഥ എങ്ങനെയുണ്ട്? അടുത്തൊരു നല്ല കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.